Today we are discussing managing stress. Then what is stress? What are the reasons for stress? What are the symptoms of stress? How can we manage it? These are things we are discussing today because നമ്മുടെ എക്സാം ഒക്കെ വളരെ അടുത്ത് വരികയാണ്. പല ആളുകൾ പല രീതിയിൽ സ്ട്രെസ്സും മാനസിക ടെൻഷനൊക്കെ അനുഭവിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെയ് 6 എക്സാം തുടങ്ങാണ് ഇപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഇത് ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ 3ാമത്തെ മൊഡ്യൂളിലെ അവസാന ഭാഗം കൂടിയാണ് സ്ട്രെസ് മാനേജ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ വളരെ വൈഡായിട്ട് നമ്മൾ സ്ട്രെസ്സിനെ നോക്കിക്കാണാൻ ശ്രമിച്ചാൽ എനി ടൈപ്പ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസംതൃപ്തി നമ്മളെ സ്ട്രെസ്സിലേക്ക് നയിക്കുന്നു വേണമെങ്കിൽ പറയാം. അപ്പം പല ആളുകളും പല ഡെഫിനിഷനും സ്ട്രെസ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും is a wide spectrum of techniques and psychotherapies aimed to the controlling. ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെന്റ് പറയുമ്പോൾ ഇതിനിപ്പോ ഈ സൈക്കോളജിയിലൊക്കെ ഒരുപാട് ടെക്നിക്സും ടൂൾസും തെറാപ്പികളും ഉണ്ട് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനും സ്ട്രെസ്സിന്റെ ഒരു ഇമ്പാക്ട് കുറയ്ക്കാനൊക്കെ. സ്ട്രെസ്സിന്റെ എവിടെ നിന്നൊക്കെയാണ് സ്ട്രെസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്? വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് സ്ട്രെസ്? നമ്മള് ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള കാറ്റഗറൈസേഷൻ സ്ട്രെസ്സിനെ കുറിച്ച് നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഇങ്ങനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തു: മണി, വർക്ക്, ഫാമിലി റെസ്പോൺസിബിലിറ്റി, ഹെൽത്ത് ഇഷ്യൂസ്. ഇങ്ങനെ ഒരു 4ആയിട്ട് നമുക്ക് സ്ട്രെസ്സിനൊന്ന് ക്ലാസിഫൈ ചെയ്താൽ അതെങ്ങനെ ഉണ്ടാവും നോക്കാം. ഈ 4 കാറ്റഗറി ശരിക്കും പറഞ്ഞാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ക്യാഷ് ഇല്ലെങ്കിൽ മണി ഈസ് എ കൺസേൺ. ഇപ്പൊ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണണം, അപ്പം കാശ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാല് ഹെൽത്ത് ഇഷ്യൂ ആണ്. അപ്പൊ അത് ശരിയാക്കാൻ പറ്റില്ല. ജോലിക്ക് പുതിയൊരു കോഴ്സ് ചെയ്യണം, അപ്പൊ പ്രശ്നമാണ്. അപ്പൊ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ഹെൽത്ത് വേണം, അപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പൈസ ഇല്ല. അല്ലെങ്കിൽ കുടുംബ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒന്നാണ്. ഇപ്പോ കാശില്ലാതെ വരുമ്പോ വർക്ക് സ്ട്രെസ് ഉണ്ടാവാം. അതുപോലെ തന്നെ വർക്കിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഉണ്ടാവാം. കുടുംബത്തിലെ ഉത്തരവാദിത്തം നിറവേറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ സ്ട്രെസ് ഉണ്ടാവാം. ആരോഗ്യം ഇല്ലെങ്കിൽ പറയുമ്പോൾ ഏറ്റവും മേജർ കൺസേൺ ഹെൽത്ത്. അപ്പോ ഒന്ന് ഇപ്പൊ പലപ്പോഴും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മറ്റു ബെറ്റർ ആക്കാൻ പറ്റും. ഇനി സ്ട്രെസ്സിന്റെ വേറൊരു ഇഷ്യൂ, ഇപ്പോ നിങ്ങൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന സ്ട്രെസ് ഇഷ്യൂസ് എല്ലാം ഒരുപക്ഷെ വലിയ ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ഏജായ ആളുകൾ ഫേസ് ചെയ്യും. ഇതിനൊരു ജനറേഷന്റെ ഇഷ്യൂ ഉണ്ട്. ഇറ്റ് മൈറ്റ് സീൻ ഒബ്യൂസ് ദാറ്റ് ഡിഫറെന്റ് ജനറേഷൻ വുഡ് ഹാവ് എ ഡിഫറെന്റ് സ്ട്രെസ് ഡ്യൂ ടു ദെയർ സിറ്റുവേഷൻ ഇൻ ലൈഫ്. ഇപ്പൊ നിങ്ങൾ ഈ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ വളരെ കൂടുതലാണ്. 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ
പിന്നെ നിസ്സാരമായ കാര്യത്തിന് കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു. അവർക്ക് മോഡേൺ കുട്ടികൾക്ക് ഫേസ് ചെയ്യാൻ പല ചെറിയ പ്രശ്നങ്ങളും പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ വളരെ ചെറുതായ വളരെ നിസ്സാരമായി കണ്ടിരുന്ന പല ഇഷ്യൂസും ഇന്നത്തെ തലമുറക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അന്നത്തെ പല സീരിയസ് ഇഷ്യൂസും ഒന്നൊരു ഇഷ്യൂ അല്ല. അങ്ങനെയുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷനും ജനറേഷനും ഒക്കെ മാറുന്നതോടും ഈ സ്ട്രെസ്സിന്റെ ലെവലും തീർച്ചയായിട്ടും മാറും. The stress through the prism of generations allow clearer picture of the future stress and stress management. അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? What are the effect of stress? What are the effect of stress? സ്ട്രെസ്സിന്റെ ഒരു മേജർ ഇഫക്റ്റ് ആണ്. ഈച്ച് പേഴ്സൺ സ്ട്രെസ് ആൻഡ് ഹൗ ഇറ്റ് ഇഫക്ട് ദം ഇസ് യുണീക് ടു ദം. ഓരോ ആളുകൾക്ക് സ്ട്രെസ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ഇഷ്യൂസ് ഡിഫറെന്റ്. അതായത് സ്ട്രെസ് അവരുണ്ടാക്കുന്ന ഇമ്പാക്ട് വ്യക്തി അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. വേ ഓഫ് ഡീലിംഗ് വിത്ത് മോർണിംഗ് സ്ട്രെസ് വെരി ഗ്രേറ്റ്ലി. ടോപ്പ് ഓഫ് ദി സിംറ്റംസ് ഓഫ് സ്ട്രെസ് റിപ്പോർട്ടഡ് വെർ ഇറിറ്റേഷൻ ആൻഡ് ആംഗർ. ചില ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യം വരും, ചില ആൾക്കാർ ഭയങ്കര നെർവസ് ആവും, ചില ആൾക്കാർക്ക് ഒന്നിലൊരു താല്പര്യം ഉണ്ടാവില്ല, ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. അങ്ങനെ പല രീതിയിൽ all the three symptoms can lead to negative consequences at home or in the social. എന്തായാലും ആംഗ്രി വന്നാലും ഇറിറ്റേഷൻ ഉണ്ടായാലും നെർവസ് ആയാലും ആങ്ഷ്യസ് ആയാലും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും മോട്ടിവേഷൻ ഇല്ലെങ്കിലും ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയാലും ജോബ് ആയാലും പ്രൊഫഷണൽ ലൈഫ് ആയാലും സോഷ്യൽ ലൈഫ് ആയാലും ഒക്കെ ഈ കാര്യങ്ങൾ വ്യക്തിയെ ബാധിക്കും. എന്താണ് ഇമോഷണൽ സ്ട്രെസ്? Become easily agitated and frustrated and moody. ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ ദേഷ്യം വരും, ഫ്രസ്ട്രേറ്റഡ് ആവും, മൂഡി ആയി പോകും. അതുപോലെ തന്നെ ഫീലിംഗ് ഓവർവെൽഡ് ആസ് ഇഫ് ആർ ലൂസിങ് കൺട്രോൾ ആൻഡ് നീഡ് ടു ടേക്ക് കൺട്രോൾ. പലപ്പോഴും കൺട്രോൾ ഉണ്ടാവില്ല, കൺട്രോൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ കൺട്രോൾ എടുക്കേണ്ട ആവശ്യം നീഡ് ടു ടേക്ക് കൺട്രോൾ, ലൂസിങ് കൺട്രോൾ പോകും, നമ്മൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഹാർഡ് ടൈം റിലാക്സിങ് ആൻഡ് ക്വിറ്റിംഗ് ഓഫ് യുവർ മൈൻഡ്. റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും, അങ്ങനത്തെ പ്രശ്നം. ഫീലിംഗ് ബാഡ് അബൌട്ട് യുവർ സെൽഫ്, ലോ സെൽഫ് എസ്റ്റീം, ഫീലിംഗ് ലോൺലി ആൻഡ് വർത്ത്ലെസ് ആൻഡ് ഡിപ്രസ്ഡ്. വളരെ മോശമായിട്ട് തോന്നുക, സെൽഫ് എസ്റ്റീം ഇല്ലാണ്ടിരിക്കുക, ഏകാന്തത തോന്നുക, ഡിപ്രഷൻ ഉണ്ടാവുക, മറ്റുള്ളവരെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പല ഇമോഷണൽ സിംറ്റംസ് ഉണ്ട്. ഈസി എജിറ്റേറ്റഡ്, ഫ്രസ്ട്രേറ്റഡ് ആൻഡ് മൂഡി. പെട്ടെന്ന് തന്നെ എജിറ്റേറ്റഡ് ആവും, കൺട്രോൾ നഷ്ടപ്പെടും, ഹാർഡ് ടൈം റിലാക്സ് ചെയ്യാൻ തോന്നില്ല, ഫീലിംഗ് ബാഡ് അബൌട്ട് യുവർ സെൽഫ്, ചെറിയ ലോ സെൽഫ് എസ്റ്റീം ആണ്, പിന്നെ മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ പല ഇമോഷണൽ സിംറ്റംസും നമുക്ക് സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫിസിക്കൽ സിംറ്റംസ് ഓഫ് സ്ട്രെസ്. തീരെ എനർജി ഇല്ലാണ്ട്, അത് ഒരു എന്താ പറയാ, തലവേദന, വയറ്റിന് അസുഖം. ഈ വയറ്റിന്റെ അസുഖം പലപ്പോഴും നമുക്ക് ഇപ്പൊ തലവേദന അല്ലെങ്കിൽ ഒരു ഉഷാറില്ലായ്മ ഒക്കെ അത് സ്ട്രെസ്സാന്ന് പെട്ടെന്ന് പറയും. പക്ഷെ ഈ സ്റ്റൊമക് അപ്സെറ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് ഇത് സ്ട്രെസ്സാന്ന് അറിയില്ല. പലപ്പോഴും അങ്ങനെയാണ്. വയറിന് അസുഖമായിട്ട് പല ഡോക്ടറെ അടുത്തും കാണും, പലരും പോകും, അവസാനം മനസ്സിലാവാതെ ഇയാൾക്ക് അസുഖം വയറിനല്ല, മാനസിക പ്രശ്നം. ചിലർക്ക് ഭയങ്കരമായിട്ട് ഡയറിയ ഉണ്ടാവും, ചിലർക്ക് ഭയങ്കരമായിട്ട് പിന്നെ തീരെ ടൈറ്റ് ആവും മോഷൻ, അങ്ങനെ പല റീസൺസ്. ചിലർക്ക് വേദന ഉണ്ടാവും, മസിൽ വേദന ഉണ്ടാവും, അങ്ങനെ പല രീതിയിലും സ്ട്രെസ് നമ്മളെ ബുദ്ധിമുട്ടി.
അതുപോലത്തെ ചെസ്റ്റ് പെയിൻ ആൻഡ് ഹാർട്ട് ബീറ്റ് കൂടുക, നെഞ്ചുവേദന, അതുപോലെ തണുപ്പുണ്ടാവുക, ഇൻഫെക്ഷൻ ഉണ്ടാവുക, പേഴ്സണലി ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, പെട്ടെന്ന് നെർവസ്നെസ്, ഷെയ്ക്ക്, അങ്ങനെ ഉള്ള വിറയലും അങ്ങനത്തെ ഒക്കെ, കൈ വളരെ തണുത്തും അങ്ങനെയൊക്കെ ഇരിക്കുക, വായിൽ വെള്ളം വറ്റുക, അങ്ങനെ പല റീസണും വി ക്യാൻ സീ ഇൻ ദി സ്ട്രെസ്. പിന്നെ കോഗ്നിറ്റീവ് സിംറ്റംസ് ഓഫ് സ്ട്രെസ് ഇൻക്ലൂഡ്. ഈ കോഗ്നിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോഗ്നിറ്റീവ് നമ്മുടെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റീസിനായിട്ട് ബന്ധപ്പെട്ട്, ബുദ്ധിപരമായ വളർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കോഗ്നിറ്റീവ്. ചിലരോട് എപ്പോഴും ദുഃഖിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, ദുഃഖപുത്രിയായിട്ട്. അപ്പൊ അതിന് കോൺസ്റ്റന്റ് പറയും, പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടാവും, അല്ലെങ്കിൽ എന്തായാലും ചെറിയ റീസൺ ഒന്നും അവർ ദുഃഖത്തിനുള്ള വിഭവങ്ങൾ കണ്ടെത്തും. പിന്നെ ചിന്തക്കൊരു അടക്കം കിട്ടുകയല്ലാണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തിക്കും, പരസ്പരം ബന്ധമില്ലാതെ ചിന്തിക്കുക. പിന്നെ ഭയങ്കര കുറ്റബോധം, ഫോർഗെറ്റ്ഫുൾനെസ് ആൻഡ് ഡിസോർഗനൈസേഷൻ. നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തന്നെയാണ്, എല്ലാവരും ആവശ്യമില്ലാണ്ട് എന്നുള്ള കുറ്റബോധം, നമ്മൾ ചെയ്തതൊന്നും ശരിയാവുന്നില്ല, ചെയ്തത് ശരിയല്ല. പിന്നെ നമുക്കൊരു പർട്ടിക്കുലർ ആംഗിളിൽ ഫോക്കസ് ചെയ്യാം. ഇത് നമ്മൾ പഠനകാലത്തൊക്കെ ശ്രദ്ധിക്കേണ്ട, സ്റ്റഡി ലീവിനൊക്കെ ഫോക്കസ് കിട്ടാണ്ട് വരും പലപ്പോഴും. അങ്ങനെ ഫോക്കസ് കിട്ടാണ്ട് വരുമ്പോ കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ അതിന് നമ്മൾ യോഗ തെറാപ്പി ഒക്കെ ചെയ്യാം. പുവർ ജഡ്ജ്മെന്റ്, മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത് വളരെ വീക്കായിട്ടായിരിക്കും, തെറ്റായിട്ട് വിലയിരുത്തും. എപ്പോഴും പെസിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം അടുത്ത് കൂടെ പോയിട്ടില്ല, പെസിമിസ്റ്റിക് ആയിരിക്കും, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ. പിന്നെ എല്ലാത്തിനും നെഗറ്റീവ് കാണും, എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന ഒരു 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 സ്വഭാവം. അപ്പം പിന്നെ ബിഹേവിയറൽ സ്ട്രെസ് ഇൻക്ലൂഡ്. ചില ബിഹേവിയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്ട്രെസ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഹൈ ഈറ്റിംഗ്, അപ്പിറ്റൈറ്റ്. ചിലർക്ക് തീരെ ഭക്ഷണം വേണ്ട, ചിലർ ടു മച്ച് ഈറ്റ്. പിന്നെ അതുകൊണ്ട് പിന്നെ അമിതമായിട്ട് തടി വെക്കും, ബോഡി ഫാറ്റ് ആവും, അല്ലെങ്കിൽ അമിതമായിട്ട് ക്ഷീണിക്കും. അപ്പൊ പിന്നെ അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും. ആൻഡ് പ്രോക്രാസ്റ്റിനേഷൻ ആൻഡ് അവോയ്ഡിങ് റെസ്പോൺസിബിലിറ്റീസ്, ഇത് വലിയൊരു പ്രോബ്ലമാണ്. ടുമോറോ വിൽ നെവർ എൻഡ്. നമ്മൾ നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ നാളെ എല്ലാ ദിവസവും നാളെ ഉണ്ട്, എല്ലാ ദിവസവും നാളെ ഉണ്ട്. അപ്പൊ അങ്ങനെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുക, പ്രോക്രാസ്റ്റിനേഷൻ. അവസാനം ഒക്കെപ്പാട് കൂടി ഒരു മെസ്സപ്പ് ആവും, ഒരു ഫെഡപ്പ് ആവും. ഇതിന് വേറൊരു അവോയ്ഡിങ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ആൻഡ് ചിലർ എന്താ വെച്ചാൽ ബിഹേവിയർ സ്വഭാവം ആവുക, വെള്ളം അടിച്ച് ഫിറ്റായി ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് സ്മോക്ക് ചെയ്ത് അങ്ങനെ നശിച്ചു. നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെ നല്ല പഠിക്കുന്ന കാലത്തൊക്കെ നിങ്ങളെ നല്ല ക്ലാസ്സിലൊക്കെ എപ്പോഴും ഫസ്റ്റ് ആയിരുന്ന ഒരു കുട്ടി പിന്നീട് നിങ്ങൾ വേണം വഴിവക്കത്ത് വെള്ളമടിച്ച് എടുക്കുക, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആയി എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ഒരു കഥയെങ്കിലും കേൾക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ അനുഭവങ്ങളും ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും. ഹാവിങ് മോർ നെർവസ് ബിഹേവിയർ സച്ച് ആസ് നാച്ചുറലി നെർവസ്നെസ് ബിഹേവിയർ, നഖം കഴിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇനി സ്ട്രെസ് കുറെ കാലം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? A little stress every now and then, it is not something to be concerned about. ചെറിയ സ്ട്രെസ് ഒന്നും അത്ര നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യുന്നത്, ചെറിയൊരു സ്ട്രെസ് ഒക്കെ. അതിപ്പം ചെറിയ സ്ട്രെസ് കുറച്ച് ആവശ്യമാണ്. ഇപ്പൊ പരീക്ഷയ്ക്ക് കുറച്ചൊരു പരീക്ഷ പേടി നമുക്ക് വേണ്ടേ? അല്ലെങ്കിൽ അത് എനിക്ക് സ്ട്രെസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാതിരുന്നാലും. അപ്പൊ അങ്ങനെ പറ്റില്ല. കുറഞ്ഞൊരു സ്ട്രെസ് നല്ലതാണ്, ഇത് കൂടിയാലാണ് പ്രശ്നം. അപ്പൊ ശരിക്കും നമുക്ക് ഇപ്പൊ 9 മണിക്ക് എത്തണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ
കുറച്ച് ഒരു നേരത്തെ ഇറങ്ങാനുള്ള ഒരു ഇത് വേണം. അപ്പൊ പലപ്പോഴും 9 മണി ക്ലാസ് തുടങ്ങുമ്പോൾ 9:30 വരുന്നില്ല, പലരും 10 മണിയുണ്ട് 9:30 പോലും വരുന്നു. ഇപ്പൊ അങ്ങനെ എത്തിയാൽ മതി എന്നുള്ളൊരു നെവർ മൈൻഡ് ഒഴിവാക്കുക. അപ്പൊ നിങ്ങളുടെ വീടും നിങ്ങൾക്ക് അവൈലബിൾ ആയ ബസ്സും എങ്ങനെയൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഒരു 10 മിനിറ്റ് 8:50 കോളേജിൽ എത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്നാലും 9 മണിക്കെങ്കിലും എത്തും. അപ്പോ ഇവര് ചെറുതായിട്ട് സ്ട്രെസ് ഒക്കെ നല്ലതാണ്, പക്ഷെ സ്ട്രെസ് കോൺസ്റ്റന്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുണ്ടായാൽ ഭയങ്കര ഹാർംഫുൾ ആണ്. Chronic stress can cause worsen many serious health problems, including mental health problem, depression ഉണ്ടാവാം, ആൻസൈറ്റി ഉണ്ടാവാം, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാം, കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉണ്ടാവാം, ഹാർട്ട് ഡിസീസ് വരാം, ഹൈ ബ്ലഡ് പ്രഷർ. എന്നും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടിയിട്ട് പിന്നെ അറ്റാക്ക് വന്ന് തട്ടിപ്പോവും. അബ്നോർമൽ ഹാർട്ട് റിതം, ഹാർട്ട് അറ്റാക്കിന്റെ ഹാർട്ടിന്റെ ബീറ്റിങ്ങിന്റെ റിതം പോകും. സ്ട്രോക്ക് ഉണ്ടാവാം. അങ്ങനെ പല കോൺസിക്വൻസ് ഉണ്ട് സ്ട്രെസ്. അതുപോലെ ഒബേസിറ്റി ആൻഡ് അതർ ഈറ്റിംഗ് പൊണ്ണത്തടി വരും. അതേമാതിരി ഈറ്റിംഗ് ഡിസോർഡർ. ലേഡീസിനൊക്കെ ആണെങ്കിൽ മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പൊ നമുക്കിവിടെ ഒരു കൗൺസിലിംഗ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ എപ്പോഴും എല്ലാവരോടൊന്നും എല്ലാ കുട്ടികൾക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൗൺസിലറെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ 1-2 സിറ്റിംഗ് അവർ നടത്തിയിരുന്നു. ഇനി ഓപ്പൺ ആയപ്പോൾ ജൂൺ മുതൽ കൂടുതൽ സിറ്റിംഗ് ഉണ്ടാവും. ആർക്കെങ്കിലും ഒക്കെ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ടേക്ക് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് അവരുടെ ഫോൺ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോഴും ഫോൺ സംസാരിക്കാം. പിന്നെ അപ്പോൾ പ്രീമെച്ചുറായി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും സ്റ്റുഡന്റ് ലൈഫിലൊക്കെ വരാം. പിന്നെ സോറിയാസിസ്, പിന്നെ അങ്ങനെയുള്ള മുടി കൊഴിച്ചത്, അങ്ങനെയുള്ള പല ഇഷ്യൂസും വന്നേക്കാം. സ്കിന്നിനും പിന്നെ മുടിക്കൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും വന്നേക്കാം. പിന്നെ നമുക്ക് ഇത് എങ്ങനെ ഇപ്പൊ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. ചെറിയ സ്ട്രെസ് ഒക്കെ നല്ലതാണ്. ഹൗ ടു മാനേജ് ദി സ്ട്രെസ്, ഇവിടെയാണ് നമ്മളെ കോറായിട്ട് കണ്ടത്. ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു, ഏതൊക്കെ രീതിയിൽ സ്ട്രെസ് വരാമെന്ന് കണ്ടു, എന്തൊക്കെയാണ് കാരണം കൊണ്ട് വരാമെന്ന് കണ്ടു. സ്ട്രെസ് ലോങ് റൺ ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായി. ദെൻ ഹൗ ടു മാനേജ് ഇറ്റ്. എക്സസൈസ് ചെയ്യണം നല്ല, രാവിലെ ഒക്കെ കുറച്ച് എക്സസൈസ് ഒക്കെ നല്ല. എല്ലാവർക്കും വളരെ ഹാർഡായിട്ടുള്ള വലിയ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നൊന്നും വരില്ല. എനിക്കൊന്നും ഏറ്റവും നല്ലത് നമ്മൾ ഡേ ടു ഡേ നമ്മൾ ബിസി ആണെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതോട് കൂടി തന്നെ എക്സസൈസും ചെയ്യുക. ഒരു അരമണിക്കൂറോ ചെറിയ വാമപ്പ് എക്സസൈസ് ആയാലും മതി, ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. പിന്നെ ആരോഗ്യത്തിനും സമയത്തിനും സാഹചര്യത്തിനും നല്ല എക്സസൈസുകൾ ചെയ്യാം. അത് മസിൽ റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള ചില യോഗാസനങ്ങളോ ചില എക്സസൈസ് ഒക്കെ ചെയ്യാം. പിന്നെ ബ്രീത്ത് ഔട്ട്, അതുപോലെ ബ്രീത്ത് ഔട്ട് ഇങ്ങനെ ചെയ്യാം. ഡീപ്പ് ബ്രീത്ത് എടുക്കാം. അങ്ങനെ പിന്നെ കാര്യങ്ങൾ ഹറിബറി ആയിട്ട് ചെയ്തിട്ട് ഇതാകണമെങ്കിൽ ഒന്ന് പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യാം. പിന്നെ കാര്യങ്ങളുടെ നമ്മൾ ഹറിബറി ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ടൈറ്റ് ആൻഡ് ടഫ് ആൻഡ് റഫ് എൻവയൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇടയിലൊക്കെ കുറച്ച് ബ്രേക്ക് എടുക്കാം. അതിൻ്റെ ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക് മാത്രമാവരുതിട്ട്. ജോലിയും പഠിക്കും. നിങ്ങൾ പരീക്ഷക്കൊക്കെ പഠിക്കുമ്പോൾ റൂമിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങാം. പിന്നെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഈ ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല മിടുക്കികളായ കുട്ടികൾ എന്ത് ചോദിച്ചാൽ ഇവര് ഇത് പോയി പഠിക്കും, അതിന്റെ ഇടയിൽ പിന്നെ പുറത്തിറങ്ങും. എന്നിട്ട് അവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാരെ കൊളാക്കും. ഈ ഹോസ്റ്റലിലുള്ളവരത് ശ്രദ്ധിക്കില്ല. അവർ പഠിക്കും, നന്നായിട്ട് പഠിക്കും. പഠിക്കുന്നതിന് വേണ്ടി അവർ റിലാക്സ് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങും. അപ്പൊ ആരെങ്കിലും മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അത് വന്നിട്ട് വെറുതെ കൊളാക്കും. നമ്മൾ ഹോബീസിനൊക്കെ സമയം കണ്ടെത്തണം. എപ്പോഴും നമ്മൾ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് മത്സരിച്ചാൽ എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടെങ്കിൽ. ഇപ്പൊ ഞാന് ഇന്നിപ്പോ കുറച്ചു നേരത്തെ ഞാൻ ചെങ്കോട്ടിയിൽ ഒന്ന് പോയപ്പോ അവിടെ ഒരു കുട്ടിയുടെ പഴയൊരു കുട്ടിയുടെ മെസ്സേജ് വന്നു. ഒരു കുട്ടിയുടെ ആ കുട്ടിയുടെ ബാച്ചിലൊരു ഷാഹിദ എന്ന് പറഞ്ഞ കുട്ടി മരിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നോക്കുമ്പോൾ ആ കുട്ടിയുടെ വീട് പിന്നെ ചെങ്കോട്ടിയിൽ തന്നെയാണ്.
ഞാൻ നിന്നിരുന്നിടത്തൊരു 50 മീറ്റർ അപ്പുറത്ത്. ഞാനവിടെ പോയി. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. 13 വയസ്സായിട്ടുള്ളൂ, 3 കുട്ടികളുണ്ട്. പിന്നെ അപ്പൊ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ ബാച്ചൊക്കെ ഞാൻ ആദ്യം 2001 പാസ് ഔട്ടായ CABM പാസ് ഔട്ടായ ബാച്ച്. മാത്രമല്ല അത് 10+ഉം 12+ഉം 2 ക്ലാസ് ആയിരുന്നു. അപ്പോ ഈ 10+ൽ അന്ന് 7 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ അപ്പൊ ഒരുപാട് കോഴ്സ് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടൊക്കെ എല്ലാവരുമായിട്ട് നല്ലൊരു അടുപ്പുണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ചെയ്യാം. നമ്മൾ എത്ര സ്ട്രെസ് ആയാലും കാര്യമില്ല. നമ്മൾ ബസ്സുകൾ എന്ന് പറഞ്ഞ പോലെയാണ്, കുറച്ച് കാലം കഴിഞ്ഞാൽ അത് അവസാനിക്കും. പിന്നെ നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ മറ്റോട് ഷെയർ ചെയ്യാം. എക്സസൈസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, മസില് റിലാക്സ് ചെയ്യുക, ബ്രീത്ത് എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം വേണ്ട ക്വാണ്ടിറ്റിയോട് കൂടി കഴിക്കും. പിന്നെ കാര്യങ്ങൾ ഭയങ്കര ഹറിയായിട്ട് ചെയ്യേണ്ട, സ്ലോ ആയി ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര സ്പീഡ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയേക്കും. അതായത് നമ്മൾ അതേമാതിരി എല്ലാവർക്കും അതേമാതിരി പറ്റണം. അപ്പൊ അത് നമ്മളെ പറ്റി നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് ഒരു സ്വോട്ട് അനാലിസിസ് നടത്തുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്രയാണെന്ന്. അപ്പൊ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പം അങ്ങനെ നമുക്ക് വിനോദത്തിനൊക്കെ സമയം കണ്ടെത്താം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇതാണ് സ്ട്രെസ്സിനെ കുറിച്ചിട്ട് OB-യിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത് തന്നെ എക്സാമിന് ചോദിക്കുള്ളൂ. ഇത് നിങ്ങൾ എക്സാമിനേഷന് പഠിക്കുന്നതിനുപരി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ടും കൂടി ഇതിന് കിട്ടിക്കോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു വീഡിയോയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ പ്രോസസ്. പിന്നെ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ക്ലൈമറ്റ്. രണ്ടും പാടെ ഒന്നിൽ ചെയ്യണമെന്ന് നോക്കട്ടെ. ചിലപ്പോൾ ഒന്നിൽ ചെയ്യാം, അല്ലെങ്കിൽ 2 വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു.